ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശാരീരിക ആരോഗ്യം പരിപാലിക്കുന്നത് പോലെ തന്നെ പരമപ്രധാനമാണ് മാനസികാരോഗ്യ സംരക്ഷണവും. ശരിയല്ലേ? പക്ഷെ മാനസികാരോഗ്യ സംരക്ഷണത്തിനായി നമ്മുടെ ചെറിയ പ്രായം മുതൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പരിശീലനങ്ങളും ലഭിച്ചിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള യാതൊരു അവബോധവും ലഭ്യമായിട്ടില്ല. പിന്നീട് ചില പ്രൊഫഷണൽ കോഴ്സുകളിൽ മാത്രമാണ് ബേസിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും ഒരു 5 to 10% മാത്രമാണ് നാം അപ്പോഴും മനഃശാസ്ത്ര മേഖലയെ പറ്റി അറിയുന്നത്. പക്ഷേ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. അതിനാൽ പരിമിതമായ അറിവുകൾ മാത്രമേ നമുക്ക് മാനസികാരോഗ്യത്തെ പറ്റി ലഭിച്ചിട്ടുള്ളൂ. മനസ്സിന്റെ പ്രധാനമായ 3 തലങ്ങളാണ് കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. ഓക്കെ, ഇതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ഐസ്ബർഗ് മാത്രമാണ്. മേജർ പോർഷൻ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അത് വളരെ ഡീപ്പ് ആയിട്ടുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ എക്സ്പീരിയൻസും നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നമ്മുടെ മനസ്സ് പലതരത്തിലുള്ള സംഘർഷത്തിന് വിധേയമാകാറുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു, ഫിയർ ഉണ്ടാകുന്നു, ആങ്കർ ഉണ്ടാകുന്നു, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്ന് യാതൊരു എത്തും പിടിയും കിട്ടാറില്ല, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ കാമാകാം എന്നുള്ളൊരു ബേസിക് ടിപ്പാണ് ഞാൻ പറയുന്നത്. അത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എന്തൊരു മാനസിക സംഘർഷം ഉണ്ടായാലും നമ്മളുടെ മനസ്സ് നമുക്ക് നിയന്ത്രണ വിധേയമാകുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഡീപ് ബ്രീത്ത് എക്സസൈസ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ, അതായത് ദീർഘനിശ്വാസം ചെയ്യുക എന്ന് കിട്ടില്ലേ, ഡീപ്പായിട്ട് ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക. ഒരു 3 seconds നമ്മൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം സ്ലോലി നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുക. സ്ലോലി എക്സൈൽ. ഓക്കെ, അപ്പം ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഹോൾഡ് ഇറ്റ് ഫോർ 3 seconds, ദെൻ സ്ലോലി എക്സൈൽ. ഇതൊരു 3 to 5 times നമ്മൾ ആ സിറ്റുവേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കാമായി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കൺട്രോൾഡ് അല്ലാത്ത, മനസ്സിന് ഒട്ടും കൺട്രോൾ കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ളവർ, അതായത് പൾമണറി ഡിസോർഡേഴ്സ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, അങ്ങനെ മെഡിക്കൽ സർജിക്കൽ എമർജൻസി കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർ അണ്ടർ സ്പെഷ്യൽ സൂപ്പർവിഷനിൽ മാത്രമേ ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യാൻ പാടുള്ളൂ.